അപ്പോൾ നമ്മൾ കൂളംസ് ലോയുടെ 3 ചോദ്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല സ്റ്റാൻഡേർഡ് പ്രോബ്ലമാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പ്രീവിയസ് ഇയർ എൻട്രൻസ് പേപ്പറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാവുന്ന ചോദ്യങ്ങളിലൊന്നാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇക്വിലിബ്രിയം ആണ് നമ്മുടെ ടോപ്പിക്. സോ കൺസിഡർ, എനിക്ക് 2 ചാർജ് ഉണ്ട്. വൺ ഈസ് പ്ലസ് ക്യൂ ആൻഡ് പ്ലസ് 25Q. 2 സിമിലർ ചാർജസ് ആണ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വെയർ ഐ ക്യാൻ പ്ലേസ് എ തേർഡ് ചാർജ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്ന ചാർജാണ് പ്ലസ് ക്യൂ ചാർജ്. ആദ്യം പ്ലസ് ക്യൂ വെച്ച് നോക്കുക. ഈ പ്ലസ് ക്യൂ ചാർജ് എനിക്ക് എവിടെ വെക്കാൻ പറ്റും? വെയർ ഐ ക്യാൻ പ്ലേസ് ദിസ് പ്ലസ് ക്യൂ ചാർജ് ഇൻ സച്ച് എ വേ ദാറ്റ് total force on this charge is equal to 0 or the charge is in equilibrium. ഈ ചാർജ് പാർട്ടിക്കിൾ പ്ലസ് ക്യൂ ആൻഡ് 25Q നിയർ ബൈ എനിക്ക് ചാർജ് വെക്കണം. എവിടെ വെക്കണം? സോ യു ഹാവ് 3 ഓപ്ഷൻസ്. സോ ഫസ്റ്റ് ലെറ്റ് മീ ഡ്രോ ദാറ്റ് എ ലൈൻ ജോയിനിങ് ദീസ് 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് a. സോ ദിസ് ഈസ് ദ ലൈൻ ജോയിൻ. അപ്പോൾ എനിക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ എനിക്ക് ചാർജ് ഇവിടെ വെക്കാം. ഞാൻ ഓരോന്ന് നോക്കാൻ പോകണേ, ശ്രദ്ധിച്ചിരിക്കുക. ഈ പ്ലസ് ക്യൂ ചാർജ് ഞാൻ ഇവിടെ വെച്ചു. ലെറ്റ് മീ പ്ലേസ് ദിസ് പ്ലസ് ക്യൂ ഓവർ ഹിയർ. റൈറ്റ്? എന്താ സംഭവിക്കുക? പ്ലസ് ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ക്യൂ ചാർജ് ദിസ് പ്ലസ് പോസിറ്റീവ് ചാർജ് റിപ്പൽസ്. സോ ഓൺ ദിസ് ചാർജ് ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. നോക്കൂ, ഇതൊരു പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് റിപ്പൽഷൻ മീൻസ് ദാറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എങ്ങോട്ടാ? ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഒരേ ഡയറക്ഷനിലാകുമ്പോൾ ഇക്വിലിബ്രിയത്തിലാവുമോ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട്. അപ്പോൾ നോക്കൂ, ആവില്ല. കാരണം എന്താ? ടോട്ടൽ ഫോഴ്സ് is in the same direction, so it never it becomes what? In equilibrium. You won't get a point on the side of the small charge, right? ഞാൻ ഇവിടെ വെക്കാണ് പ്ലസ് ക്യൂ ചാർജ്. ഇവിടെ വെച്ച് നോക്കുക, പ്ലസ് ക്യൂ ചാർജ്. അപ്പോൾ നോക്കൂ, പോസിറ്റീവ് എന്താ ഉണ്ടാവുക? പോസിറ്റീവ് റിപ്പൽഷൻ ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. നോക്കൂ, പോസിറ്റീവ് റിപ്പൽഷൻ ഉണ്ടാവുക ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. Total force only in one direction, you won't get any point over this side. അപ്പോൾ ഈ സൈഡിലും കിട്ടില്ല. So what is the next option? This plus q charge I can place in between these 2 charges. ഈ 2 ചാർജ് പാർട്ടിക്കിളിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുവെക്കുകയാണ്. Say this is my plus q charge. At a distance ഞാൻ പറയാണ് x from the small charge. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ ഓൺ ദിസ് ചാർജ് വൺ റിപ്പൾസീവ് ഫോഴ്സ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. റൈറ്റ്? അപ്പോൾ നോക്കൂ, ഇവിടെ 25Q ആണ്, ഇത് പോസിറ്റീവാണ്. റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പൾസീവ് ഫോഴ്സ് ഫ്രം 25Q, ദാറ്റ് ഈസ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ നിങ്ങളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു പോയിന്റിൽ ഈ 2 ഫോഴ്സുകൾ ഈക്വൽ ആവും. ആയാൽ ഐ എം റീഡിങ് ഇറ്റ് ആസ് വാട്ട്? F1. This is F1 and this is F2. If F1 is equal to F2, particle is in equilibrium. So ഞാൻ ചോദിക്കുകയാണ്, അത് എവിടെ ഉണ്ടാവുക? നടുക്കാണുണ്ടാവുക? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ്? നടുക്കാണെങ്കിൽ ഇവിടെ ഈ 2 ചാർജിലേക്കുള്ള ദൂരം സെയിം ആണ്, പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. അപ്പോൾ ഹൈ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകണം? ദാറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് സംവെയർ ഇൻ നിയർ ടു ദി സ്മോൾ ചാർജ്. ചെറിയ ചാർജിൻ്റെ അടുത്താണ് ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാവുക. അറ്റ് എ ഡിസ്റ്റൻസ് വാട്ട്? x. റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇഫ് 2 ചാർജ് പാർട്ടിക്കിൾസ് ആർ സിമിലർ, യുവർ ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് ഇൻ വാട്ട്? ഇൻ ബിറ്റ്വീൻ. അപ്പോൾ നിങ്ങൾ പറയാണ്, സാർ ഞങ്ങളൊന്ന് മൈനസ് ചാർജ് വെച്ച് നോക്കി. യു കീപ് മൈനസ് ചാർജ്. ഇഫ് യു ആർ കീപ്പിംഗ് മൈനസ് ചാർജ് ഓവർ ഹിയർ, മൈനസ് ക്യൂ, എന്താ സംഭവിക്കുക? മൈനസ് പോസിറ്റീവ് അട്രാക്ഷൻ, നെഗറ്റീവ് പോസിറ്റീവ് അട്രാക്ഷൻ, 2 അട്രാക്ഷൻ ഇൻ സെയിം ഡയറക്ഷൻ. ഇവിടെ വെക്കുകയാണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് അട്രാക്ഷൻ. അപ്പോൾ നിങ്ങൾ സെയിം ചാർജസ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് നിയർ ടു ദിസ് സ്മോൾ ചാർജ്. ഫൈൻ. അപ്പോൾ ഞാൻ പറയാണ്, സോ ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം, F1 is equal to what? F2. ഈ ഫോഴ്സുകൾ എന്താവണം? ഈക്വൽ ആവണം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫോഴ്സ്? ദിസ് ഫോഴ്സ്, isn't it?
Coulomb's force K 1/4 pi epsilon 0. Q1, Q2. What is Q1? Plus Q. Q2, what is the next charge? 25 Q by distance. What is the distance between these two charges? A ആണോ? A എന്ന് പറയുന്നത് മൊത്തം ദൂരമാണ് അല്ലേ? A എന്ന് പറയുന്നത് മൊത്തം ദൂരമാണ്. നിങ്ങൾക്ക് ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം വേണം. ദിസ് ഈസ് നത്തിങ് ബട്ട് A മൈനസ് എക്സ്. അപ്പോൾ ഞാൻ എഴുതുകയാണ് A മൈനസ് എക്സ് ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു F2. F2 എന്താ? ഇതാണ് F2 അല്ലേ? ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് പറയൂ. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കൂളംസ് ലോ K Q1 എന്താ? Q1 ക്യാപിറ്റൽ ലെറ്റർ Q, Q2 പ്ലസ് Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എക്സ് സ്ക്വയർ. റൈറ്റ്? അപ്പോൾ ഇനി കോമൺ ടൈം കട്ട് ചെയ്തോളൂ. K K Q Q Q Q. സോ വാട്ട് ഈസ് റിമൈനിങ്? 25 by, so we can say 25 by A minus x whole square equal to 1 by x square. So ഇവിടെ നമുക്ക് എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ദാറ്റ് ഈസ് 25 ഈക്വൽ ടു A മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. 25 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 25 is equal to A minus x whole square divided by x square. So we can say ബോത്ത് സ്ക്വയർ ആണ്, ഇതൊരു സ്ക്വയർ റൂട്ട് നമ്പർ ആണല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ചെയ്യാം. സ്ക്വയർ റൂട്ട് ചെയ്താൽ എന്ത് വരും നോക്കുന്നു? A മൈനസ് എക്സ് ബൈ എക്സ് സമം സ്ക്വയർ റൂട്ട് ചെയ്തു, സ്ക്വയർ കട്ടായി. റൂട്ട് 25 ഈസ് പ്ലസ് ഓർ മൈനസ് 5. അപ്പോൾ പറയുന്നു A മൈനസ് എക്സ് സമം A minus x by x is equal to plus 5 or A minus x by x സമം minus 5. Two options. Or A is equal to A minus x is equal to, ഒന്ന് വേഗം ചെയ്തോളൂ. A minus x is equal to 5x, A equal to 6x or x is equal to A by 6. First option. Second option പറയാണ് A minus x is equal to minus 5x. So A is equal to minus 4x or x is equal to minus A by 4. X is equal to minus A by 4. നിങ്ങൾ നോക്കൂ മക്കളെ, ഇതാണ് A, ഈ ഡിസ്റ്റൻസ് ആണ് A. മൈനസ് A by 4 എന്ന് പറയുന്നത് ഇത് A ആണ്. മൈനസ് A by 4 എന്ന് പറയുന്നത് മൈനസ് നെഗറ്റീവ് സൈഡാണ്. എയുടെ നെഗറ്റീവ് സൈഡിൽ യു വോണ്ട് ഗെറ്റ് ആൻ ഇക്വിലിബ്രിയം പോയിന്റ്. സോ ദിസ് ആൻസർ ഈസ് റോങ്. So what is answer? X is equal to A by 6 is the final answer for this problem. Right? That is a equilibrium question. So listen, നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് പറയാനുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? For equilibrium കേസിൽ what is the distance from the small charge? Distance from the small charge x is given by always x എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം സ്മോൾ ചാർജ്. ഏത് കേസ് ആയിക്കോട്ടെ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചോളൂ. റൂട്ട് ക്യൂ വൺ ബൈ റൂട്ട് ക്യൂ വൺ പ്ലസ് Q2. റൂട്ട് ക്യൂ വൺ ബൈ റൂട്ട് ക്യൂ വൺ പ്ലസ് Q2 ഓൾ മൾട്ടിപ്ലൈഡ് ബൈ വാട്ട്? ടോട്ടൽ ഡിസ്റ്റൻസ്. റൂട്ട് ക്യൂ വൺ ബൈ റൂട്ട് ക്യൂ വൺ പ്ലസ് റൂട്ട് Q2 ഓൾ ഇൻറ്റു A. സോ ദിസ് ഈസ് എ ഷോർട്ട് കട്ട് ഫ്രം ദ ഡിസ്റ്റൻസ് ഫ്രം ദ സ്മോൾ ചാർജ്. നമുക്ക് ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ക്യൂ വൺ എന്താണ്? സ്മോൾ ചാർജ് ആണ്. ഓൾവേസ് Q1 ഈസ് സ്മോൾ ചാർജ് ആണ്. അപ്പോൾ Q1 പ്ലസ് Q, ഇൻ ദിസ് കേസ് ഞാൻ പറയാണ് റൂട്ട് ക്യൂ ബൈ Q1 പ്ലസ് Q2. റൂട്ട് Q1 പ്ലസ് റൂട്ട് Q1 പ്ലസ് ദാറ്റ് ഈസ് റൂട്ട് Q. നെക്സ്റ്റ് ചാർജ് എത്രയാണ്? റൂട്ട് 25Q. ഓൾ മൾട്ടിപ്ലൈഡ് ബൈ വാട്ട്? A. ഓൾ മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ്. സോ സേ എല്ലാത്തിലും റൂട്ട് ക്യൂ കോമൺ അല്ലേ? കട്ട് ചെയ്തോളൂ. ബാക്കി എന്തുണ്ടാവുക? ന്യൂമറേറ്ററിൽ ഒരു 1 ഉണ്ട്. 1 ഇൻറ്റു A ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് 1 ഉണ്ട്. റൂട്ട് 1 എന്താണ്? 1. ഇവിടെ ബാക്കിയുള്ളത് റൂട്ട് 5 ആണ്. റൂട്ട് 25 ആണ്. റൂട്ട് 25 ഈസ് വാട്ട്? 5. സോ എന്താ വരിക? A by 6. നോക്കൂ, x is equal to A by 6 ഡയറക്റ്റ് ആൻസർ. സോ എന്താ ഇക്വേഷൻ? ഷോർട്ട് കട്ട് എന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ്. ഇഫ് ദ ചാർജ് പാർട്ടിക്കിൾ സെയിം ആണെങ്കിൽ, സിമിലർ ചാർജ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് വിൽ ബി റിമൈൻസ് ഇൻ ബിറ്റ്വീൻ. ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ ഉള്ളിലാണ് വരിക. എന്താണ് അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ? x is equal to x ഫ്രം ദ സ്മോൾ ചാർജ് Q1
From the small charge, distance is given by root q1 plus root q1 by root q1 plus root q2 all multiplied by a. That is your first question. Note down. നമ്മളുടെ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. റെഡി? സോ കൺസിഡർ വൺ ചാർജ് മൈനസ് ക്യൂ. ഇക്വിലിബ്രിയം കേസാണ്. ഒരു ചാർജ് ഉണ്ട് നിങ്ങൾക്ക് പ്ലസ് ക്യൂ, നെക്സ്റ്റ് ചാർജ് മൈനസ് 36q. Two charge particles, one is positive and one is negative, separated by a distance a. Separated by a distance a. The minus 36 ആണ്, minus 36. So question, where you can place the third charge in such a way that that charge is in equilibrium. നിങ്ങൾക്ക് എവിടെ ചാർജ് വെക്കാം? സോ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. ഒന്നെങ്കിൽ ചാർജ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ മിഡിൽ. ഫൈൻ. അപ്പോൾ ഞാൻ നോക്കുകയാണ്, ഞാൻ പ്ലസ് ക്യൂ, എനിക്കൊരു പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ ഉണ്ട്, ഞാൻ മിഡിൽ വെച്ചു. സോ പോസിറ്റീവ് എന്തുണ്ടാവുക? റിപ്പൽഷൻ മീൻസ് ഫോഴ്സ് ഇസ് ടുവേർഡ്സ് ദി സൈഡ്. സിൻസ് ഇറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ എഗെയിൻ ടുവേർഡ്സ് ദി സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ബിറ്റ്വീൻ കിട്ടുമോ? ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടുമോ? No, because both the forces are in same direction. You will not get the equilibrium point in between. ഇനി നോക്കൂ, ലെഫ്റ്റിലേക്ക് വരൂ. സോ ഇവിടെ വെക്കൂ പ്ലസ് ക്യൂ ചാർജ്, പോസിറ്റീവ് റിപ്പൽഷൻ ടുവേർഡ്സ് ദി സൈഡ്, നെഗറ്റീവ് പോസിറ്റീവ് അട്രാക്ഷൻ ആണെങ്കിൽ ടുവേർഡ്സ് ദി സൈഡ്. സി, അപ്പോൾ നോക്കൂ, നെഗറ്റീവ് പോസിറ്റീവ് റിപ്പൽഷൻ, നെഗറ്റീവ് പോസിറ്റീവ് അട്രാക്ഷൻ. അപ്പോൾ നോക്കൂ, ഇവിടെ രണ്ട് ഫോഴ്സുകൾ ചാൻസ് ഉണ്ട് അല്ലേ, രണ്ട് ഫോഴ്സുകൾ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആൻഡ് ഓൾസോ ഇവിടെ ചാർജ് കുറവാണ്, നോ പ്രോബ്ലം. ഡിസ്റ്റൻസ് എന്താണ്? ഇതിനെ അടുപ്പിച്ച് വെച്ചാൽ മതി. ഈ ചാർജിനെ അടുപ്പിച്ച് വെച്ചാൽ, ബിക്കോസ് അക്കോർഡിംഗ് ടു അവർ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 q1 q2 r². ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഫോഴ്സ് കൂടും. അപ്പോൾ ഈ ചാർജിനെ അടുപ്പിച്ച് വെച്ചാൽ റിപ്പൾസീവ് ഫോഴ്സ് അധികമായിരിക്കും. ഇവിടെ ഓൾറെഡി ചാർജ് കൂടുതലാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് ഡിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട്, ഓൾറെഡി ഡിസ്റ്റൻസ് അധികമാണല്ലോ, ഡിസ്റ്റൻസ് അധികമായതുകൊണ്ട് എന്താ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. സോ സംവെയർ ഹിയർ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. ഐ ആം റൈറ്റിംഗ് ദിസ് ഈസ് F1, ദിസ് ഈസ് F2. അപ്പോൾ ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കിട്ടുമോ? ഇവിടെ കിട്ടില്ല, ബിക്കോസ് ബോത്ത് ദ ഫോഴ്സസ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ നോക്കൂ, ഞാൻ ഈ പ്ലസ് ക്യൂ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. പോസിറ്റീവ് നെഗറ്റീവ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും ടുവേർഡ്സ് ദി സൈഡ്. ഇവിടെ നോക്കൂ, പോസിറ്റീവ് റിപ്പൾസീവ് ഫോഴ്സ് ടുവേർഡ്സ് ദി സൈഡ്. അപ്പോൾ അവിടെ കിട്ടുന്ന സാധ്യത പോസിറ്റീവ് നെഗറ്റീവ് നല്ല രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ചാൻസ് ഉണ്ടല്ലോ? ഇല്ല. ദിസ് സൈഡിലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം എന്താ? ഇവിടെ നിങ്ങൾ പ്ലസ് ക്യൂ കൊണ്ടുവെക്കുന്നത് മൈനസ് 30q അടുത്താണ്. അപ്പോൾ വെരി സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഈ അട്രാക്ഷനെ ഓവർകം ചെയ്യാൻ നമ്മുടെ വീക്ക് ഫോഴ്സായ റിപ്പൽഷൻ എന്ത് പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്, ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഓൺ ദിസ് സൈഡ് യു വോണ്ട് ഗെറ്റ് ആൻ ഇക്വിലിബ്രിയം പോയിന്റ്. വൈ? ബിക്കോസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ലെസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഈസ് മോർ. അപ്പോൾ ദിസ് സൈഡ് ഓൾസോ യു വോണ്ട് ഗെറ്റ്. അപ്പോൾ എവിടെ കിട്ടുക? ഓൾവേസ്. അപ്പോൾ എന്ത് പഠിക്കണം? ഇഫ് ദ ചാർജ് പാർട്ടിക്കിൾസ് ആർ നോട്ട് സിമിലർ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് വിൽ ബി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓർ നിയർ ടു ദി സ്മോൾ ചാർജിൻ്റെ അടുത്ത്, നോട്ട് ഇൻ ബിറ്റ്വീൻ. ഫൈൻ. അപ്പോൾ നമ്മൾ എഴുതുകയാണ്, ഇഫ് ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം ഫോഴ്സ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് ദീസ് ടു ഫോഴ്സസ് F1 is equal to സെയിം പ്രൊസീജിയറാണ്. F1 is equal to F2, ദാറ്റ് ഈസ് KQ by. അപ്പോൾ ഞാൻ പറയാണ്, ദിസ് ഡിസ്റ്റൻസ്, ഞാൻ വെക്കുന്ന ഡിസ്റ്റൻസ് x ആണ്, KQ by x² ഈക്വൽ ടു ഈ ചാർജ് നമ്മൾ വെക്കുന്ന പ്ലസ് ക്യൂ ചാർജും 36q. ദിസ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഫസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് റിപ്പൽഷൻ ആയിട്ട് എഴുതിയത് F2 is equal to F1. സോ ഇത് തമ്മിൽ റിപ്പൽഷൻ KQ by x² is equal to ഈ ചാർജ്, നമ്മൾ ചാർജ് വട്ടത്തിലിട്ട് വെക്കാം, ഈ ചാർജും വാട്ട് ഈസ് ദ ഫോഴ്സ്? KQ 36q. മാഗ്നിറ്റ്യൂഡ് ഈസ് ഇനഫ് ടു പ്രോബ്ലം ചെയ്യാൻ. 36q ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഈ രണ്ട് ചാർജുകൾ അപ് ടു ഇവിടെ വരെ a ആണ്, ഇവിടെ വരെ എന്താണ്? a പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. കട്ട് ചെയ്തോളൂ. KQ സെയിം പ്രൊസീജിയർ. അപ്പോൾ എന്താ വരിക? ഈ a പ്ലസ് x² ഇങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ.
a plus x whole square divided by x square സമം 36. ഇതെടുത്തും കൂടി നേരെ മുകളിൽ കൊണ്ടുപോയി 36 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. റൂട്ട് ചെയ്തോളൂ. റൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? എ പ്ലസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു റൂട്ട് 36 പ്ലസ് ഓർ മൈനസ് 6. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും. എ പ്ലസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു പ്ലസ് 6, എ പ്ലസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു മൈനസ് 6 അല്ലേ? രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ വേഗം ചെയ്തോളൂ. എ പ്ലസ് എക്സ് ഈക്വൽ ടു 6x, a plus x is equal to 6x, 6x minus x 5x. So a equal to 5x or x is equal to a by 5. ഒരു ഓപ്ഷനായി. രണ്ടാമത് പറയൂ. ഇവിടെ മൈനസ് 6x മൈനസ് 7x, റൈറ്റ്? എ ഈക്വൽ ടു നിങ്ങൾ മാത്സിലൊക്കെ പുലികളാണല്ലോ അല്ലേ? എ ഈക്വൽ ടു മൈനസ് 7x ഓർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ 7. ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ 7. അപ്പോൾ നിങ്ങൾ മൈനസ് എ ബൈ സാറേ ചാൻസ് ഉണ്ടല്ലോ? ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾ എ മൈനസ് 7 എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ 7 കൊടുത്തു നോക്കൂ. എ മൈനസ് എക്സ് ഞാൻ എന്താ കൊടുക്കാൻ പോകുന്നത്? മൈനസ് എ ബൈ 7. എ മൈനസ് എ ബൈ 7. എ മൈനസ് ടോട്ടൽ എ മൈനസ് എ ബൈ 7. എയിൽ നിന്ന് എ മൈനസ് 7 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എവിടെയാണ് വരിക? ദാറ്റ് പോയിന്റ് വിൽ കം ഇൻ ബിറ്റ്വീൻ ദ ചാർജസ്. ആ ചാർജുകളുടെ ഇടയ്ക്കാണ് വരിക. ചാർജുകളുടെ ഇടയ്ക്ക് നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടോ? ഇല്ല. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ക്യാൻസൽഡ്. സോ വാട്ട് ഈസ് അവർ ആൻസർ? എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ 5. അപ്പോൾ രണ്ട് ചാർജ് സിമിലർ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. എന്താ? റൂട്ട് ഓഫ് q1 by root q1 plus q2 into a. If the charges are not similar, this is the shortcut. ഓർത്ത് വെച്ചോളുക. ഡിസ്റ്റൻസ് ഫ്രം ദ സ്മോൾ ചാർജ്, അഗെയിൻ ഡിസ്റ്റൻസ് ഫ്രം സ്മോൾ ചാർജ് q1, x is equal to root of q1 by root q2 minus root q1 into a. ബിഫോർ സെയിം ആണെങ്കിൽ എന്താ ചെയ്യുക? പ്ലസ് ചെയ്യും. ഡിഫറൻ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. റൂട്ട് q1 ബൈ റൂട്ട് q1 റൂട്ട് q2 മൈനസ് q1. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ശരിയാണോ? എന്നെ വിശ്വാസം ഉണ്ടോ? ശരിയാണോ നോക്കുക നമുക്ക്. x is equal to root q1 root q, right? Root q by root q2 minus q1. What is root q2? Root 36q minus root q into a. root q എല്ലാത്തിനും ക്യാൻസൽ ആയി പോയില്ലേ? ബാക്കി എന്താ വരിക? 1 മൈനസ് root 36 6 minus 1 5 into a, that is a by 5. x is equal to a by 5. x is equal to a by 5. One step answer. ഓർത്ത് വെച്ചോളുക. ഡിസിമിലർ ചാർജസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഇക്വിലിബ്രിയം പോയിന്റ് where you can keep the charge on the left side of the small charge in such a way that its distance is equal to distance from the small charge is given by root q1 by root q2 minus root q1 into a. Ready? Fine. നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലം, ലാസ്റ്റ് പ്രോബ്ലം ഫ്രം ദിസ് ടോപ്പിക്. വിച്ച് വൺ? കൂലംസ് ലോ. റെഡി? സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ചോദ്യം ഇങ്ങനെയാണ്. കൺസിഡർ നിങ്ങൾക്ക് രണ്ട് ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്, പ്ലസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. രണ്ട് ചാർജ് പാർട്ടിക്കിൾ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. നമുക്ക് എഴുതാൻ 2 എന്ന് എഴുതാം. 2 charge particles plus q and plus q separated by a distance 2a. So I am keeping a small charge q naught at the midway between the charges. ഞാൻ രണ്ട് ചാർജിൻ്റെ എക്സാക്ട്ലി നടുക്കെന്ന് പറഞ്ഞാൽ ഇത് എ ഉണ്ടാവും, ഇത് എ ഉണ്ടാവും. ക്യൂ നോട്ട് എന്ന് പറയുന്ന ഒരു ചാർജ് വെക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ പ്രശ്നമില്ല, പോസിറ്റീവ് ചാർജാണ്, പ്രശ്നമില്ല. സോ ഹിയർ റിപ്പൾഷൻ ഉണ്ടാവും, അത് അവിടെ തന്നെ ഇരിക്കും. Now the question is, if I am displacing this small charge from this equilibrium point, ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഈ ചാർജിനെ മെല്ലെ തൊടുകയാണ്, ടിക്ക് ടിക്ക് മെല്ലെ തൊട്ട് കൊടുക്കുകയാണ്. എന്താ സംഭവിക്കുക? ഈ ചാർജ് പോസിറ്റീവ് ചാർജാണ്, എങ്ങോട്ട് മൂവ് ചെയ്യും? ഇറ്റ് മൂവ്സ് എ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് മൂവ്സ് എ സ്മോൾ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ദി സൈഡ്. ആ ഡിസ്റ്റൻസ് ഞാൻ എക്സ് കൊണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പോസിറ്റീവ് ചാർജ് ഈ വശത്തേക്ക്, ഐ മീൻ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? സോ സി ഹിയർ നൗ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലസ് ക്യൂ ആൻഡ് ക്യൂ നോട്ട് ഡിക്രീസസ്. ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഫോഴ്സ് കൂടും. ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഐ മീൻ കുളംസ് ഫോഴ്സ് വിൽ ബി മോർ, സോ ദാറ്റ് ഇറ്റ് റിപ്പൽ. ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും? ആ റിപ്പൽഷൻ വരെ, ആ റിപ്പൽഷൻ കൊണ്ട് മൂവ് ചെയ്യും. ബിക്കോസ് ഓഫ് ഇനേഷ്യ എന്താ സംഭവിക്കുക? ഇതിവിടെ ഒന്നും നിൽക്കില്ല, ഇറ്റ് കണ്ടിന്യൂസ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ ഇതൊന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അഗെയിൻ അപ്പോൾ ഇവിടെ നിന്നുള്ള റിപ്പൾസീവ് ഫോഴ്സ് മൂവ് ആവും, കൂടിക്കഴിഞ്ഞാൽ ഇത് ഐ മീൻ റിപ്പൾസീവ് ഫോഴ്സ്, ബിക്കോസ് ഓഫ് ദി റിപ്പൾസീവ് ഫോഴ്സ് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് റൈറ്റ്.
അപ്പോൾ നോക്കൂ, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് വിച്ച് മോഷൻ 11th നമ്മൾ പഠിച്ചു മറ്റേ എന്താണ് സിമ്പിൾ ഹാർമോണിക് motion, right? So this particle executes simple harmonic motion. Question ingane, if this particle executes simple harmonic motion, calculate the time period of this charge particle. Charge particle time period endana. Appo namakkariyam simple harmonic motion le force in the equation F is equal to minus kx aanengil, where k is a force constant aanengil, time period namakku ezhudan ariyam, time period is equal to 2 pi root of m by k. Last year നിങ്ങൾ ഓസിലേഷൻ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ F is equal to minus kx ആണ് ജനറൽ ഇക്വേഷൻ. ടൈം പീരിയഡ് is equal to 2 pi root of m by k. k കോൺസ്റ്റന്റ് ആണ്. അത് ഓരോ മോഷനിലും എന്താണ് വ്യത്യാസമാണ്. അപ്പോൾ k എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, ഫോഴ്സ് കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഞാൻ പറയാണ്, നിങ്ങൾ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ എത്തി, റൈറ്റ്? So that I am writing now the force is not 0. ഫോഴ്സ് 0 അല്ല. കാരണം എന്താ, ഇത് ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഇങ്ങോട്ടുള്ള ഫോഴ്സ് കൂടുതലായിരിക്കും. സോ എഫ് ടോട്ടൽ ഓർ എഫ് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ഐ എം റൈറ്റിംഗ് F1 മൈനസ് F2. F1 എന്ന് പറയുന്നത് ദിസ് ഫോഴ്സ്, F2 എന്ന് പറയുന്നത് ദിസ് ഫോഴ്സ്. കാരണം എന്താ, ഈ ഫോഴ്സ് F1 എന്ന് പറയുന്ന ഫോഴ്സ് പ്ലസ് Q കൊടുക്കുന്നതാണ്. അത് കൂടുതലായിരിക്കും, കാരണം നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടി പോവാണ്. സോ ഫോഴ്സ് വിൽ ബി സ്മോൾ. അപ്പോൾ ഞാൻ പറയുകയാണ്, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് Q0 is equal to F1 minus F2, where F1 is the force offered by this plus Q charge, F2 is the force offered by this plus Q2 charge. അപ്പോൾ പറയുന്നു F1 എന്താണ്, F1 is equal to കൂളംസ് ഫോഴ്സ് ആണല്ലേ. ചാർജ് ഇവിടെ എത്തിയപ്പോൾ, ചാർജ് Q0 ഇവിടെ എത്തിയപ്പോൾ ഉള്ള കൂളംസ് ഫോഴ്സ്. എന്താ കൂളംസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? ദീസ് ടു ഫോഴ്സസ് K Q0 Q ബൈ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? ഇതിവിടെ എത്തി, ഹാഫ് ഡിസ്റ്റൻസ് എ ആണ്. ഇത് എ ഇല്ല, എ മൈനസ് എക്സ് ആണ്. എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് F2. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ചാർജും പ്ലസ് ക്യൂവും Q0 തമ്മിലുള്ള ഫോഴ്സ് എത്രയാണ്? K Q0 Q ബൈ ഡിസ്റ്റൻസ്, ഹാഫ് ഡിസ്റ്റൻസ് എന്ന് കവർ ചെയ്തു പോയി. എ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് എക്സ് the whole square, that is the total force F net. ഇതൊന്ന് സോൾവ് ചെയ്തോളൂ. ടേക്ക് ദ കോമൺ ഔട്ട്. എന്താ മക്കളെ കോമൺ ഇതിനകത്ത്? K Q0 Q is the common. So the remaining 1 by a minus x square, 1 by a minus x square minus 1 by a plus x all square, which is equal to K Q0 Q into. ഇത് സോൾവ് ചെയ്യുന്നത് സംഭവിക്കുക, ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ. എ പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ, എന്താ എ പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2ax മൈനസ്, ഇവിടെ എന്താ വരിക? എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. എന്താ വരിക? എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2ax ഡിവൈഡഡ് ബൈ എക്സ്. എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എ പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്താ വരിക? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ട് വട്ടല്ലേ? എ മൈനസ് എക്സ് ഇൻറ്റു എ മൈനസ് എക്സ്, എ പ്ലസ് എക്സ് ഇൻറ്റു എ പ്ലസ് എക്സ്. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കൂ. എ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് എക്സ് ഒരു വട്ടമായാൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അങ്ങനെ രണ്ട് വട്ടമുണ്ട്. സോ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നോക്കൂ, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് ബിക്കംസ് വാട്ട്? പ്ലസ്. സോ ദ ആൻസർ K Q0 Q into 2ax plus 2ax 4ax all divided by a square minus x square the whole square, right? ഇവിടെ എഴുതാണ്, കഴിയാൻ പോവാണ്. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരികയാണ്. നോക്കൂ, ഞാൻ പറയുന്നു ദിസ് യുവർ എക്സ് ഈസ് ടു സ്മോൾ ദാൻ ദാറ്റ് ഓഫ് എ. നിങ്ങൾ ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. എക്സ് ഈസ് ടു സ്മോൾ ആസ് കമ്പയർഡ് ടു എ. എക്സ് വളരെ കുറവാണ്. എക്സ് വളരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എക്സ് അങ്ങോട്ട് എന്ത് ചെയ്യാം? ഒമിറ്റ് ചെയ്യാം അല്ലേ? യു ഒമിറ്റ് എക്സ്. എക്സ് വേണ്ട, സോറി, യെസ്, നോട്ട് ഒമിറ്റ്, ഡോണ്ട് ഒമിറ്റ് എക്സ്. ഇഫ് എക്സ് ഈസ് ടു സ്മോൾ എന്ത് ചെയ്യാം? ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താകും? അതിലും ചെറുതാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 0.1 സ്ക്വയർ 0.01, അതിനേക്കാളും ചെറുതായി പോവുക. അപ്പോൾ ചെറിയൊരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. സോ എക്സ് സ്ക്വയർ വളരെ ചെറുതാണ്, ഒഴിവാക്കിക്കോളൂ, ഒമിറ്റ്. സോ ഇവിടെ എന്താ വരിക? എ സ്ക്വയർ ഹോൾ സ്ക്വയർ.
A square whole square എത്രയാണ്? A raised to 4. സോ എനിക്ക് കിട്ടി ഫോഴ്സ് F is equal to K Q naught Q into 4AX divided by A raised to 4. A raised to 4. A raised to 4 A cancelled. ബാക്കി എന്തുണ്ടാവുക? A cube. Now നോക്കിക്കോളൂ, എൻ്റെ ഫോഴ്സിൻ്റെ F is equal to എന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ? minus kx. Now I am getting an equation. F is equal to K Q naught Q into 4x divided by A cube. നോക്കൂ, രണ്ടിലും സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഫോഴ്സ് ആണ്. നമുക്ക് ഇവിടെ ഒരു ഫോഴ്സിന് ഇക്വേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഒരു മൈനസിന്റെ പ്രശ്നമുണ്ട് അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, ഇഫ് ദ ഒബ്ജക്റ്റ് മൂവ്സ് ഇൻ ദിസ് ഡയറക്ഷൻ, ഒബ്ജക്റ്റ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാണ് വരിക? നെറ്റ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. എന്തുകൊണ്ടാണ്? റിപ്പൾസീവ് ഫോഴ്സ് അധികമായിരിക്കും. സോ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ, നെറ്റ് ഫോഴ്സ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം നമുക്ക് പറയാൻ കഴിയും ദിസ് എക്സ് ഈസ് വാട്ട്? ദിസ് ഫോഴ്സ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫോഴ്സ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നോക്കൂ, നമ്മൾ കമ്പയർ ചെയ്യാണ്. സോ ദിസ് ഈസ് ദ ഫോഴ്സ് കോൺസ്റ്റന്റ്. എക്സിന് എക്സ് ഉണ്ട്, മൈനസിന് മൈനസ് ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഫോഴ്സ് കോൺസ്റ്റന്റ്? ദ ടേം വിച്ച് ഈസ് നിയർ ടു എക്സ്. എക്സിന് അടുത്ത് കിടക്കുന്ന എല്ലാ ടേമുകളുമാണ് നമ്മുടെ കോൺസ്റ്റന്റ്. സി, എക്സിന് അടുത്ത ടൈമാണ് കോൺസ്റ്റന്റ്, എക്സിന് അടുത്ത് കിടക്കുന്ന ടൈമാണ് കോൺസ്റ്റന്റ്. സോ ടൈം പീരീഡ് ഞാൻ എഴുതാൻ പോവുകയാണ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π root of m by എന്താ മക്കളെ? k is the term which is near to x. K is the term which is near to x. That is equal to K Q naught Q into 4 by A cube. By A cube is going on top, which is equal finally. So that is the equation. So എന്താ k എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4π/0. So time period is equal to 2π root of m a cube. 2π root of m a cube divided by k 1/4π/0. 1/4π/0 q naught q into 4. So 4 cancelled. Time period t is equal to 2π root of m a cube pi epsilon naught all divided by q naught q. Final answer for time period. How is the question? നല്ല രസമാണ്. ടോട്ടൽ എന്തെങ്കിലും കണ്ടുപിടിച്ചു, കുറച്ച് ഡിസ്പ്ലേസ് ചെയ്തു. ഇറ്റ് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. ഈ ഫോഴ്സ് മൈനസ് ഈ ഫോഴ്സ് ക്രോസ് മൾട്ടിപ്ലൈ. എക്സ് ഇസ് 2 less than a. ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ വിച്ച് ഇസ് സിമിലർ ടു. നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ അതേപോലത്തെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. എക്സിന് അടുത്ത് കിടക്കുന്ന എല്ലാ ടൈമും നമ്മുടെ കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഓൾ ടൈംസ് ആർ അവർ കോൺസ്റ്റന്റ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദി ഇക്വേഷൻ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π root of m by k, ഗെറ്റിംഗ് അവർ ആൻസർ. സോ ഇത് ട്രൈ ചെയ്യുക. ഈ പ്രോബ്ലം നല്ലൊരു പ്രോബ്ലമാണ്, ട്രൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ വിച്ച് വൺ? കുളംസ് ലൂ, റൈറ്റ്? ഫസ്റ്റ് ടോപ്പിക് അതിൻ്റെ ന്യൂമറിക്കൽസ്. നെക്സ്റ്റ് ടോപ്പിക്കിൽ വി വിൽ സ്റ്റാർട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നൊരു അടിപൊളി ടോപ്പിക് ഉണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വി വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്. So up to that time, stay home, stay safe. Bye bye.